ഹലോ ഗൈസ്, നമ്മൾ നേരെ മഞ്ഞ് കാണാൻ പോവാണ്. അങ്ങ് തവാങ്ക് തേസ്ബുരി ലോഡ്ജിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കുത്തി കുലുങ്ങി നമ്മൾ വണ്ടി റെന്റിന് എടുക്കാനുള്ള സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ വണ്ടിന്റെ ഓണർ. വണ്ടി പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ സെറ്റ് വണ്ടിയാണ്. അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ വിട്ടു. സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ ഒറ്റ പുടുത്തണ്ട് പിടിച്ചാൽ മതി. പോണ വഴിക്കാണെങ്കിൽ നല്ല നല്ല കാഴ്ചോളും. പിന്നെ മിലിറ്ററിക്കാർ പോലെ വണ്ടിയും 24 മണിക്കൂർ റോട്ടിലുണ്ടാവും. അങ്ങനെ ആസാം ക്രോസ് ചെയ്തിട്ട് നമ്മൾ അരുണാചലിലെത്തി. ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് എടുത്തിട്ടുള്ള ILP പാസ് ഇവിടെ കാണിക്കണം. ഇതാണ് നമ്മുടെ സാറ്, നല്ലൊരു മനുഷ്യൻ. നമ്മുടെ പേര് അഡ്രസ് ഒക്കെ അവിടെ പറഞ്ഞു കൊടുത്തു. നമ്മൾ ഉഡീസ് കണ്ടോണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞ് അവിടെ എത്തുമ്പത്തിന് മറുകയാന്ന്. മനസ്സിലായില്ല, മരിച്ചു പോകുന്നടോ. അപ്പൊ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഓവർകോട്ടും ഓരോ ഗ്ലൗസും പിന്നെ കൗത്തിലിടുന്ന സാധനവും വാങ്ങി. തള്ളിയും വാങ്ങി ഒരു കൂട്ട്. മൂപ്പരോട് പിസ്കി ഒക്കപ്പാടെ നമുക്ക് 1500 കിട്ടി. അവിടെ പോയി ഒന്നും തിന്നാൻ കിട്ടാത്തോണ്ട് തന്നെ അടുത്തുള്ള കടയിൽ നിന്ന് 2 പാക്കറ്റ് ബ്രെഡോട് വാങ്ങി. ജാമം എടുത്തുണ്ടായിന്. അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടങ്ങി. കുറെ മലയും ചൊരൊക്കെ സെറ്റ് തന്നെ. പക്ഷെങ്കിൽ മഞ്ഞ് വന്നാൽ നമ്മൾ കുടുക്കുട്ടാ, നമ്മളും കുടുങ്ങി. മുമ്പിലുള്ള ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ആക്കത്തിന് അങ്ങനെ പോണം, ആക്കത്തിൽ തന്നെ പോണട്ടാ. പടച്ചോന്റെ കുതിരത്തോണ്ട് കഴിച്ചിലായതാ. നമ്മളെ തള്ളിന്റെയും വാപ്പാന്റെയും വണ്ടി വളവ് വെച്ചു. പിന്നെ നമ്മൾ ആക്കത്തിന് തന്നെ അങ്ങോട്ട് പോയി. കുറച്ചാണ് പോയപ്പോ ഒരു കട കണ്ട് അവിടെ നിർത്തി. വലിയ വിടുന്നല്ല, മഞ്ഞാണ് മഞ്ഞ്. ഓനാണെങ്കിൽ ലോഡ് ചെയ്തിച്ച മൈരിയ വിടുന്നത്. അവിടെ നമ്മളൊരു സാധനം കണ്ട്. നമ്മളെ പ്ലിക്സേ ആരാ യൂസ് ആക്കണത്? നമ്മുടെ പാത്തുട്ടി, നല്ലൊരു കുട്ടി. ഓരോ ചായ ഉണ്ട് ഓർഡർ ആക്കി. പോലഞ്ചൂടുണ്ടെങ്കിലും 2 മിനിറ്റ് ഇരുന്ന ചൂടൊക്കെ പോയി കിട്ടും. ഇതാണ് അരുണാചൽ സ്പെഷ്യൽ പാത്രം. അങ്ങനെ നമ്മുടെ കുട്ടി നമുക്ക് നൂഡിൽസ് ഇടുന്നു. സാധനം സെറ്റാട്ടാ. ഏതായാലും പോകുമ്പത്തിന് ഓളറ്റ് കമ്പനിയായി. ഓളെ കൊണ്ട് നമ്മളെ ഫോളോയും ചെയ്യിപ്പിച്ച് തൃപ്പതിയായി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. പോണ വൈക്ക് റോഡിന്റെ പണിയൊക്കെ നടക്കണ്ടെങ്കിലും റോഡ് സെറ്റാട്ടാ. ഇതുപോലുള്ള ടെമ്പിളും കണ്ട് മിലിറ്ററിക്കാരെ ക്യാമോളും കണ്ടിട്ട് ഇങ്ങനെ പോവാം. വെറുങ്ങലിക്കണ തണുപ്പോണ്ടും ദുബറിന്റെ ഊരിന്റെ വാനോണ്ടും കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് ഒന്നാട് പാസ്സാക്കി. അങ്ങനെ അവിടുന്ന് ഇട്ടിട്ട് നമ്മൾ നേരെ ദിറങ്ങിലെത്തി. ദിറങ്ങിൽ സ്റ്റേ അടിക്കാൻ പറ്റെങ്കിലും അവിടെ സ്റ്റേ അടിക്കാതെ വൈകുന്നേരത്തിന് മുമ്പ് തവാങ് പിടിക്കാൻ വേണ്ടിയിട്ട് ചവിട്ടാൻ വിട്ടു. പടച്ചോന്റെ കുതിരത്തോണ്ടും നമ്മളെ ഭാഗ്യം കൊണ്ടും പോണ വൈക്ക് ബല കണ്ട്. ഇപ്പൊ നമ്മൾ തവാങ് പിടിക്കുകയാണെങ്കിൽ ചാവുന്നാണ് ഓല് പറഞ്ഞത്. ചെങ്ങൈമാരെ നോക്കി നിങ്ങള്, മഞ്ഞാണ് ഈ വിഗണ്. ഇവിടെ എങ്ങനെയാണെങ്കിൽ അവിടെ അലാക്കിലെ മഞ്ഞാവുന്നാണ് ഓല് പറയുന്നത്. ഓല് ഹെവി ഡ്രൈവേഴ്സ് ആട്ടാ. ഓല് അവിടുന്ന് വരുന്ന വയ്യ. തണുത്തിട്ടാണെങ്കിൽ കജ്ജും കാലും ഐസും കട്ടയിക്കണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പീടിയ കയറിയിട്ട് കുറച്ചു നേരം ചൂടാണ് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് നേരെ കുറച്ച് താഴത്തുള്ള വെസ്റ്റ് കമങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോം സ്റ്റാൻഡ് എടുത്ത്. കജ്ജൊക്കെ ആണെങ്കിൽ ചോത്തിട്ട് ഒരു വിധയിക്കണം. ഞാൻ അന്ന് അവിടെ കിടന്ന് പിറ്റേസ് നീച്ചോക്കും നിങ്ങളോട് പറയാൻ ഔണ്ടാടാ കാണുണ്ടെങ്കിൽ കാശ്മീരൊക്കെ പോയ മരി ഫുള്ള് മഞ്ഞ്. ഇതാണ് കണ്ടപ്പോ നിങ്ങളോട് പറയാൻ നല്ലൊരു ഫീൽ ചെയ്തിട്ടാ. മഞ്ഞ് വെക്കലാണെങ്കിൽ ഒന്ന് കുറയും പിന്നെയും കൂടും. റോട്ടുമ്മയും പെരമ്മയും വണ്ടിമൊക്കെ ആകെ മഞ്ഞ്. അങ്ങനെ അവിടുന്ന് ഓരോ നൂഡിൽസും ചായ കുടിച്ച്. ഇതിനെ ഇവിടെ വളർത്തുന്ന തോന്നുന്നുണ്ട്. നല്ല ക്യൂട്ടില്ലേ. താത്തത്തെ കങ്കാര് കുട്ടീനെ കൊണ്ടുപോകണ മാതിരി ഈ കുട്ടീനെ കൊണ്ടുപോകണം. നല്ലൊരു ക്യൂട്ട് കുട്ടിട്ടാ. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേത്തെ താത്ത. ആള് നൈസാട്ടാ. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തന്നത് 37. പോവാൻ നേരത്ത് വണ്ടിന്റെ അവിടെ പോയേക്കുമ്പോ വണ്ടിമാക്ക് ഐസ്. വണ്ടിയാണെങ്കിൽ ചാട്ടാവണില്ല. നമ്മൾ ഷെഡിന്റെ ഉള്ളിൽ കെട്ടിട്ടോണ്ട് തന്നെ നമ്മള് കഴിച്ചിലായി. അങ്ങനെ ബാഗൊക്കെ കെട്ടി സെറ്റ് ആക്കിക്കുമ്പോ കുറച്ച് മിലിറ്ററിക്കാർ വന്ന്. മൂപ്പരൊക്കെ ഒരു പൂതി നമ്മളെ വണ്ടി വന്ന് പിക്കടിക്കാൻ. അങ്ങനെ എല്ലാവരും കൂടി നിന്ന് പിക്കടിച്ചിട്ട് താത്താനോട് ബായും പറഞ്ഞ് നമ്മൾ കയറാൻ തുടങ്ങി. പോകുമ്പോ നമുക്ക് ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കാണാട്ടോ. മഞ്ഞിങ്ങനെ പെജ്ജ, എവിടെ നോക്കിയാലും മഞ്ഞ്. ഇതിനും വേണ്ടിട്ട് തന്നെ നമ്മൾ വന്നു. കുറച്ചാണ് കയറിയപ്പോ നല്ലൊരു പ്ലേസ് കണ്ട് അവിടെ ഇറങ്ങി. അവിടുന്ന് കുറച്ചു കുട്ടികളമാതിരി മഞ്ഞ് കളിച്ചിട്ട് നിങ്ങൾ കണ്ട റീൽ എടുത്തിട്ട് കുറച്ച് പിക്കടിച്ചിട്ട് അവിടുന്ന് കയറി. പോണ വൈക്കുള്ള ഒരു അടിപൊളി സ്പോട്ടാട്ടാ സേലവാരിയർ. ഇന്ത്യന്റെയും മറ്റും പലതിന്റെയും കൊട്ടിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം. അത് അങ്ങനെ ഒരു കഥ. മഞ്ഞോണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പിക്കടിക്കാം. കയറി പോകുന്നവരും മഞ്ഞും കൂടും, അടിച്ചാപ്പൊളി സ്ഥലങ്ങളും. പിന്നെ റോട്ടിലാണെങ്കിലും ആകെ മഞ്ഞ്. വണ്ടി സ്ലിപ്പായിട്ട് അങ്ങനെയും നല്ല നോക്കിയിട്ട് ആക്കത്തിന് തന്നെ ഓടിച്ചു പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണെങ്കിലും എങ്ങനെയും തവാങ്ങ് പിടിക്കാൻ അത് നമ്മളൊരു വാശി ചെയ്തിട്ടാ. പക്ഷെ നിങ്ങളോട് പറയാൻ കുറച്ചാണ് കയറിയപ്പോ നമ്മളെ കയ്യിൽ നിന്ന് പോയി. കൊട്ടിപ്പടിഞ്ഞെന്ന് മാത്രമല്ല ഇവിടെ അങ്ങോട്ട് ആരും തന്നെ ബൈക്കിൽ പോകണില്ല. കാർമിൽ ഓർമ്മയൊക്കെ ഇതേമാതിരി കയറും ചങ്ങലൊക്കെ കെട്ടിയിട്ടാണ് ഓരോരുത്തർ പോകുന്നത്. എന്നാലും ഇവിടെ പോകാൻ പറ്റുള്ളൂ. നമ്മളെ വണ്ടി ഇല്ലാത്തോണ്ട് തന്നെ ഇവിടെ നമുക്കണ്ട് പോകാൻ പറ്റൂലട്ടാ. സ്ഥലമാണെങ്കിൽ വൈബ് സ്ഥലം. ചത്തിട്ടാണെങ്കിലും തവാങ്ങ് പിടിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പൊട്ടിപ്പടഞ്ഞോണ്ട് തന്നെ നമ്മളെ മൂടാട് പോയി. പിന്നെ നമ്മളെ വണ്ടി റെന്റ് ആയതുകൊണ്ട് തന്നെ റിസ്ക് ആണ്. മഞ്ഞിലായതുകൊണ്ട് ഭാഗ്യത്തിന് വണ്ടിക്കൊന്നും പറ്റിയില്ല. ഏതായാലും അവിടുന്ന് പിക്കൊക്കെ അടിച്ചിട്ട് വൈബാക്കിയിട്ട് റിട്ടേൺ ഇറങ്ങിട്ടാ. പിന്നെ അവിടുന്ന് നേരെ തേസ്പൂരിക്ക് ഒറ്റ പുറത്താവും. തേസ്പൂരെത്തി നമ്മളെ ഓണർക്ക് വണ്ടിയും കൊടുത്തിട്ട് റാഹത്തായിട്ട് പുറത്തിറങ്ങിയപ്പോ നമ്മളാള് വണ്ടിയിൽ ഓള് ടൗണിക്ക് വന്നാ അത്ര. അങ്ങനെ ആ വണ്ടിയിൽ നേരെ നമ്മൾ തേസ്പൂര് മെയിനങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഗുവാഹട്ടിക്ക് ബസ് ബുക്ക് ചെയ്ത് അവിടുന്ന് ഒരു ഹോട്ടലിന് റൊട്ടിയും ചിക്കൻ അടിച്ചിട്ട് ബസ് കയറിയിട്ട് നേരെ ഗുവാഹട്ടിക്ക് വിട്ട്. ഗുവാഹട്ടിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ നാട്ടിലും വിട്ട്. അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കല്ലിട്ടാ. ബൈ.